കട്ടപ്പന കാഞ്ചിയാർ നടന്ന കൊലപാതക കേസിലെ പ്രതി നിതീഷിനെ തെളിവെടുപ്പിനായിട്ട് എത്തിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ ഈ സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഈ പ്രതി നിതീഷിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം ഈ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ വിജയൻ, വിവരങ്ങൾ പറയൂ. എപ്പോഴാണ് ഈ പ്രതിയെ അവിടെ എത്തിച്ചത്? ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകൾ മാറ്റാൻ പോലീസിന് കഴിയുമെന്നാണോ നാട്ടുകാരുടെ പ്രതീക്ഷ? SKN അല്പസമയം മുമ്പാണ് ഈ നിതീഷിനെ കാഞ്ചിയാറിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വിജയൻ എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിരിക്കുന്നത് ഈ വീട്ടിലെ തറയ്ക്ക് അടിയിലാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അങ്ങനെയാണ് നിതീഷ് മൊഴി നൽകുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇപ്പോൾ എന്തായാലും തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത്. വിദഗ്ധ ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ പോലീസ് സർജൻ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഭാഗവും ഇവിടെ പരിശോധനയുടെ ഭാഗമായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. തറ പൊളിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിതീഷിനെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ തറ പൊളിച്ചുകൊണ്ടുള്ളൊരു പരിശോധന തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അതിന്റെ വേണ്ട എല്ലാ സംവിധാനങ്ങളും, തറ പൊളിക്കാൻ വേണ്ട ഉപകരണങ്ങളടക്കം എല്ലാ സംവിധാനങ്ങളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇപ്പോഴിവിടെ നാട്ടുകാർ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം തമ്പടിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഉള്ള ആളുകൾക്കാർക്കും തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലം ഈ കുടുംബത്തിന് ഉണ്ട് എന്നുള്ളതോ ഒന്നും അറിയില്ലായിരുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ മറ്റ് 2 പ്രതികൾ കൂടിയുണ്ട്. ഒന്ന് വിജയന്റെ മകൻ വിഷ്ണു, രണ്ടാമത്തേത് വിജയന്റെ ഭാര്യ. ഇവർക്ക് 2 പേർക്കുമെതിരെയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവരെയും ഇന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള, അതായത് വിഷ്ണു ഓൾറെഡി കസ്റ്റഡിയിലാണ്, മറ്റൊരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലാണ്. മോഷണ ശ്രമത്തിനിടെ കാലൊടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുന്നത് കൊണ്ട് ചികിത്സയിലാണെന്ന് മാത്രം. ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്ന ഈ വിജയന്റെ ഭാര്യയെയും മകളെയും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരുന്നതിൽ ഈ ഭാര്യ കുറ്റവാളിയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വന്ന സാഹചര്യത്തിൽ അടുത്ത നടപടി അവരെ കസ്റ്റഡിയിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ എന്തായാലും പ്രധാന നടപടി, അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് പോലീസ് ചെയ്യാൻ പോകുന്നത് ഈ തറ പൊളിച്ച് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തറ പൊളിച്ച് പരിശോധിച്ച് ഈ സംശയത്തെ കൂടുതൽ സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാൽ ഉടൻ തന്നെ മറ്റു നടപടികളിലേക്കും കിടക്കും. അതായത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് 2016 അത് കട്ടപ്പനയിലെ മറ്റൊരു വീട്ടിലാണ്. ആ വീടിന്റെ തൊഴുത്തിലാണ് ആ കുട്ടിയെ കുഴിച്ചു മൂടിയതെന്നാണ് നിതീഷ് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് നീങ്ങുകയും ചെയ്യും. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ സ്ഥലത്തേക്ക്, തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അല്പസമയത്തിനകം തന്നെ ഈ തറ പൊളിച്ചുള്ള ഒരു പരിശോധന നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീടുമായി ചുറ്റിപ്പറ്റി വലിയ തരത്തിലുള്ള ദുരൂഹത ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മന്ത്രവാദം ഉൾപ്പെടെ നടന്നതിന്റെ പല സൂചനകളും ഈ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഒരുപാട് സാമഗ്രികൾ അനാവശ്യമായി വീട്ടിൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്, ഏത് രീതിയിലാണ് ഇതൊക്കെ ഇവിടേക്ക് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും. ഇതിന്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ DYSP അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ പരിശോധനയുടെ ഭാഗമായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. വിശദ പരിശോധന തന്നെ ഇവിടെ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. കാരണം മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തെങ്കിൽ മാത്രമേ ഈ കേസിന് കൂടുതൽ ഒരു ബലം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളൊരു സൂചന പോലീസിനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്, ഒരു മുറിക്കകത്ത് പോലീസ് പരിശോധിച്ചപ്പോൾ അതിന്റെ ഒരു തറ കുത്തിപ്പൊളിച്ച് സമീപകാലത്തായി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്തത് മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ട്. അവിടെയാണ് ആദ്യം പൊളിച്ച് പരിശോധന നടത്തുക. മാത്രമല്ല ഈ നിതീഷും മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വീട്ടിൽ തന്നെയാണ് കുഴിച്ച് മൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നിതീഷ് മൊഴി നൽകുകയും ചെയ്തത്. ഒരു ദിവസം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ മരിച്ച വിജയനുമായി വിജയനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. കസേരയിൽ ഇരുന്ന വിജയനെ കോളറിൽ പിടിച്ച് വലിച്ച് താഴെ ഇട്ടതിന് ശേഷം ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിനോട് നിതീഷ് പറഞ്ഞിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഫോറൻസിക്കിന്റെ സംഘം എത്തിയിട്ടുണ്ട്. പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശദമായൊരു പരിശോധന തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടത്തേണ്ടത്. കാരണം പ്രധാനമായും ഇതിന്റെ ഈ തെളിവുകൾ തന്നെയാണ് ശേഖരിക്കേണ്ടത്. പ്രധാന തെളിവുകൾ എന്ന് പറയുന്നത് ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ മാത്രമേ ഈ കേസിന്റെ, അല്ലെങ്കിൽ ഈ കേസ് കൂടുതൽ ബലപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ ആ കേസിനെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള നടപടിയാണ് ഇപ്പോൾ എന്തായാലും പോലീസ് തുടങ്ങിയിരിക്കുന്നത്. കാഞ്ചിയാറിലെ വീട്ടിലെത്തിച്ച് നിതീഷിനെ തെളിവെടുക്കുന്നത്, തറ പൊളിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.
കട്ടപ്പനയിലെ കാഞ്ചിയാർ കൊലപാതകത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സംഭവ സ്ഥലത്ത് പ്രതിയെ എത്തിച്ച തെളിവെടുപ്പ് നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാഞ്ചിയാറിൽ ഇത് നടക്കുകയാണ്. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും ഈ കൊലപാതകം ഭീതി പടർത്തിയെന്നാണോ രാഹുൽ വിജയൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ പോലീസ് ലഭിച്ചതായി സൂചനയുണ്ടോ? പോലീസ് ഇതിനു മുമ്പ് തന്നെ തെളിവ് ശേഖരണം തുടങ്ങിയിരുന്നു. ഇവനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസ് തെളിവ് ശേഖരണം തുടങ്ങിയിരുന്നു. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പോലീസ് നേരത്തെ പൂർത്തിയായതാണ്. ഈ ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണമാണ് ഇനി നടക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ പ്രതി ഈ മോഷണക്കേസിൽ പിടിയിലായ ഉടൻ തന്നെ പോലീസിനോട് ചില സൂചനകൾ നൽകിയിരുന്നു. ഏത് വിധേനയാണ് ഈ കൊലപാതകം നടത്തിയത്, എവിടെയാണ് കുഴിച്ചിട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഈ പോലീസിന്റെ വലിയ കാവൽ ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാനും കഴിഞ്ഞതാണ്. ഈ നാട്ടുകാരൊക്കെ തന്നെ ഈ കാര്യത്തെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നവരല്ല. ചേട്ടാ, ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിച്ചിരുന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ താമസം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ വന്നിട്ട് 7 മാസത്തോളമായി. ഈ വിജയൻ എന്ന് പറയുന്ന ആളെ നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. വിഷ്ണു എന്ന് പറയുന്ന ഈ പയ്യൻ, അതിനകത്ത് ഒരു പയ്യനെ കണ്ടിട്ടുണ്ട്. അമ്മ രണ്ടുപേരും ഒന്നിച്ച് പോയി കണ്ടിട്ടില്ല അങ്ങനെ കാര്യമായിട്ട്. 2 സ്ത്രീകളുണ്ടായിരുന്നാണ് പറയുന്നത്. സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല. എന്തായാലും ഇങ്ങനെ തന്നെയാണ്. അടിമുടി ദുരൂഹത ഇവർ ഇവിടെ താമസിക്കുമ്പോൾ തന്നെ ഉണ്ട്. അങ്ങനെ 2 സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്ന ആർക്കും അറിയില്ല. പോലീസ് വന്ന് ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുമ്പോഴാണ് ഇങ്ങനെ 2 സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നത് പോലും അറിയുന്നത്. അതിന് പിന്നാലെ വലിയ സംശയങ്ങൾ പോലീസിനുണ്ട്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ സുമയെ പ്രതി ചേർത്തിട്ടുണ്ട്. അവരെ ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും നമുക്ക് പോലീസിൽ നിന്ന് വിവരമായി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഇവിടെ ഈ പോലീസിന്റെ പരിശോധന, ഈ കാഞ്ചിയാറിലെ ഈ വീട്ടിൽ പോലീസിന്റെ പരിശോധന കഴിഞ്ഞാൽ ഉടൻ തന്നെ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ ഇവർ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലും പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ വീടിന്റെ തൊഴുത്തിലാണ്, പശു തൊഴുത്തിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന തുടങ്ങുകയും ചെയ്യും. എന്തായാലും നാടിനെ നടുക്കിയ 2 കൊലപാതകങ്ങളുടെ ചുരുളഴിയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നേരത്തെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ 2 പ്രതികൾ പിടിയിലാകുന്നത്. അവരെ ചുറ്റിപ്പറ്റി പോലീസ് ചില വിവരശേഖരണങ്ങൾ നടത്താനായി വീടുകളിലേക്ക് എത്തിയപ്പോഴാണ്, കഞ്ചിയാറിലെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സൂചന പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് വലിയ ഞെട്ടിക്കുന്ന കഥകൾ ഇതിൻ്റെ പിന്നിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വീട് മുഴുവനായും ദുരൂഹതകളുടെ കൂടാരമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 5 മുറികളുള്ളൊരു വീട്. ആ വീട്ടിൽ എല്ലാ മുറികളിലും ഓരോ ദുരൂഹ സാഹചര്യത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. ഒരു മുറിയിൽ വലിയ തരത്തിലുള്ള ഹോമങ്ങളും ക്രിയകളും ഒക്കെ ചെയ്തതിൻ്റെ സൂചനകളും അതുമായി ബന്ധപ്പെട്ടുള്ള സാധന സാമഗ്രികളും കണ്ടെത്തിയിരുന്നു. അതുമാത്രമല്ല, പോലീസ് ഈ വീട്ടിലെത്തുമ്പോൾ 2 സ്ത്രീകളെ വീട്ടിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു എന്നുള്ളതും വളരെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ എന്തിനാണ് അത്തരത്തിലൊരു പൂട്ടിയിട്ടുകൊണ്ട് ഈ പ്രതികൾ പുറത്തേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സംശയത്തിന്റെ നിഴലിൽ ഇപ്പോഴും തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല, വിശദമായി പോലീസ് പരിശോധിച്ചപ്പോഴാണ് മറ്റൊരു മുറിയിൽ സമീപകാലത്ത് കുത്തിപ്പൊളിച്ച് കോൺക്രീറ്റ് ചെയ്ത ഒരു അടയാളം കാണുന്നത്. അതൊക്കെ പോലീസിന്റെ സംശയം കൂടുതൽ ബലപ്പെടുത്തി. തുടർന്ന് ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഇവരോടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത്. അതൊന്നാമത്തെ കൊലപാതകം ഒരു ആഭിചാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊരു സൂചന, അല്ലെങ്കിൽ അത്തരം ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ ആദ്യത്തെ കുട്ടി, അതായത് 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്നത്, അത് ആ കുട്ടി യഥാർത്ഥത്തിൽ ഈ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷിന്റെയും അതുപോലെ തന്നെ ഇവിടെ കൊല്ലപ്പെട്ട വിജയന്റെ മകളുടെ കുട്ടി കൂടിയാണ്. ആ കുട്ടി ഉണ്ടായത് പുറം ലോകം അറിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനക്കേട് ഭയന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ ഈ മൃതദേഹം എടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ തെളിവെടുപ്പ് നടക്കുന്ന ഈ വീട്ടിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന വിജയന്റെ പേരും പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.